ഈ ഒരു ഫംഗൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇലയിൽ ആ ഇലയുടെ അതേ രൂപത്തിലുള്ള, അതായത് ഇല ഏതാണ്, അതിലെ ജീവി ഏതാണെന്ന് മനസ്സിലാകാത്ത തരത്തിൽ സാമ്യമുള്ള ഒരു ജീവിയെ കണ്ടു. എങ്ങനെയാണ് ഇതിനെ പരിണാമപരമായിട്ട് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുക? അതെ, അതിന് ആക്ച്വലി അതൊരു ടൈപ്പ് ഓഫ് മിമിക്രിയാണ്. മിമിക്രി മീൻസ് ഒരു അതായത് ലീഫിനെ മിമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പല ഇൻസെക്റ്റുകളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ലീഫിനെ മിമിക് ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. ലീഫിനെ മാത്രമല്ല, മറ്റ് ജീവികളെ മിമിക് ചെയ്യുന്ന ജീവജാലങ്ങളുണ്ട്. ഇപ്പോൾ ഉറുമ്പിനെ മിമിക് ചെയ്യുന്ന സ്പൈഡേഴ്സ് ഉണ്ട്. പല ടൈപ്പ് ജീവജാലങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ഇൻസെക്റ്റുകളും എങ്ങനെയാണ് ഈ മിമിക്രി ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സ്റ്റഡി ഇല്ല. പക്ഷേ പല ജീവജാലങ്ങളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു പ്രസിദ്ധമായിട്ടുള്ള ഒരു ഇൻസെക്റ്റാണ്, ഒരു ബട്ടർഫ്ലൈ ഉണ്ട്, കലിമ പാരലീറ്റ എന്ന് പറയുന്ന ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു കരിഞ്ഞ ഇല പോലെ ഇരിക്കും. അത് എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടും ഉണ്ടാവും. ഇവിടെ കൊണ്ട് കരിഞ്ഞ ഇല പോലെ ഇരിക്കും. അതെങ്ങനെയാണ് കരിഞ്ഞ ഇല പോലെ? അതിൽ തന്നെ ഈ കരിഞ്ഞ ഇലയിലൊക്കെ നിങ്ങൾ ചില കുത്തുകളും അല്ലെങ്കിൽ ഓരോ ജീവി കടിച്ചു പോയിട്ടുള്ള ഭാഗങ്ങൾ പോലത്തെ ഇതൊക്കെ കാണില്ലേ? അതുപോലത്തെ ഡിസൈനും മറ്റു കാര്യങ്ങളും ഒക്കെ ഈ പറയുന്ന ആ ബട്ടർഫ്ലൈയുടെ ശരീരത്തുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് പരിണമിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ നിന്ന് മനസ്സിലായതെന്ന് പറഞ്ഞാൽ ഈ ബട്ടർഫ്ലൈയുടെ ബേസിക് ആയിട്ടുള്ള ഒരു മോർഫോളജിക്കൽ സ്ട്രക്ചറുണ്ട്. പിന്നെ അതിൻ്റെ പുറത്ത് വരുന്ന കുറേ തരത്തിലുള്ള ഡിസൈൻ, അതിനെല്ലാം കൂടെ ഒരു പ്ലാനുണ്ട്. അതിനെ നിംഫാലിഡ് പ്ലാൻ എന്ന് പറയും. അപ്പോൾ ആ പ്ലാനിൻ്റെ പല 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 വേരിയേഷനും ഡിസൈനുമാണ് നമ്മൾ ഈ ബട്ടർഫ്ലൈയിൽ പൊതുവെ കാണുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കലിമ പാരലീറ്റ എന്ന് പറയുന്ന ബട്ടർഫ്ലൈക്ക് എങ്ങനെ ഇതുപോലത്തെ ഇലയെ അനുകരിക്കാനുള്ള കഴിവ് കിട്ടിയെന്ന് പഠിച്ചപ്പോൾ അതിൽ നിന്ന് അവർക്ക് മനസ്സിലായ കാര്യം എന്ന് പറയുന്നത് ഈ നിംഫാലിഡ് പ്ലാനിൽ നിന്ന് വളരെ ചെറിയ 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 മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടായി വരും എന്നുള്ളതാണ് അതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും. ഇതെങ്ങനെയായിരിക്കും ആ കരിഞ്ഞ ഇലയെ അനുകരിക്കുന്നത്? ആ കരിഞ്ഞ ഇലയുടെ ആകൃതി അല്ലെങ്കിൽ അതിൻ്റെ കളറ് അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് ഒക്കെ ഇതിനെങ്ങനെ കിട്ടിയിട്ടുണ്ടാവും? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ഒരു മ്യൂട്ടേഷൻസ് എങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ അത്ഭുതപ്പെടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള പ്ലാനിനുള്ള ജീനുകളെല്ലാം തന്നെ ഓൾറെഡി ബട്ടർഫ്ലൈക്കകത്തുണ്ട്. അതിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ഒരു കരിയിലെ അനുകരിക്കാൻ വേണ്ടിയിട്ട് അതിന് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഓരോ സ്റ്റെപ്പിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നാൽ മതി. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുമ്പോഴേക്കും അത് ഡ്രിഫ്റ്റിലൂടെയോ ചിലപ്പോൾ നാച്ചുറൽ സെലക്ഷനിലൂടെയോ അടുത്ത തലമുറയിലേക്ക് പോയി ആ കരിയിലയുടെ ഷേപ്പും കളറും അത് അനുകരിച്ച് തുടങ്ങുന്ന ആ ഒരു സ്ഥലം എത്തുമ്പോഴേക്കും അതിന് കൂടുതലായിട്ടുള്ള നാച്ചുറൽ സെലക്ഷൻ സംഭവിക്കുകയും ബാക്കി ആ ഷേപ്പോ കളറോ ഇല്ലാത്ത ബട്ടർഫ്ലൈസ് അതിൽ നിന്ന് നശിച്ചു പോവുകയും ചെയ്യും. ആ പോപ്പുലേഷനിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് പോവുകയും മറ്റുള്ള കരിയിലെ പോലെ ഇരിക്കുന്ന ബട്ടർഫ്ലൈസ് അടുത്ത തലമുറയിലേക്ക് പോയിട്ടാണ് ഈ പറയുന്ന ആ ഒരു മിമിക്രി സാധ്യമാവുന്നത് എന്നാണ് ഈ ബട്ടർഫ്ലൈയുടെ സ്റ്റഡീസിന് അത് മനസ്സിലായിട്ടുള്ളത്. പക്ഷേ ഈ ഇലയെ അനുകരിക്കുന്ന ചില ഇൻസെക്റ്റുകളുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ ഒരിക്കലും അന്വേഷിച്ച് നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള പഠനങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല.